പ്രിയ കൂട്ടുകാരെ, ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള എന്ന നോവലിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. കഥാനായകനായ ജോനാഥൻ ഹാർക്കർ ഇപ്പോൾ ഡ്രാക്കുള കോട്ടയ്ക്കുള്ളിൽ തളയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഥയിലേക്ക് കടക്കും മുമ്പ് ഒരു നിമിഷം, ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് കഥ തുടരാം. മെയ് 28. ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കെയാണ് കൊട്ടാരമുറ്റത്ത് ഒരു പറ്റം സാഗ്നി ജിപ്സികൾ വന്ന് തമ്പടിച്ചത്. ഹംഗറിയിലും ട്രാൻസിൽവാനിയയിലും ധാരാളമായി കാണുന്ന ഒരു പ്രത്യേകതരം ജിപ്സികളാണ് ഇവർ. ധീരന്മാരാണ്. ഭൂതപ്രേതങ്ങളെയൊന്നും പേടിയില്ല. ഒരു മതത്തിലും വിശ്വസിക്കുന്നവരുമല്ല. അവരുമായി ഇണങ്ങിക്കൂടിയാൽ നാട്ടിലേക്ക് 2-3 കത്തുകൾ എഴുതി അവരെ കൊണ്ട് അയപ്പിക്കാൻ കഴിഞ്ഞേക്കും. ഞാൻ ജനാലയിലൂടെ കൈവീശി കാണിച്ച് അവരോട് ആശയവിനിമയം നടത്താൻ ശ്രമിച്ചു. അവരും വളരെ സൗഹൃദഭാവത്തിൽ തിരിച്ച് കൈവീശുകയും എന്തൊക്കെയോ വിളിച്ചു പറയുകയും ചെയ്തു. അവരുടെ ഭാഷ എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഏതാനും കത്തുകൾ എഴുതി. മീനയ്ക്കുള്ള കത്ത് ഷോർട്ട് ഹാൻഡിലാണ് എഴുതിയത്. അതിൽ എൻ്റെ അവസ്ഥ വിവരിച്ചിരുന്നു. ഹോക്കിൻസിന് എഴുതിയ കത്തിൽ മീനയെ സമാധാനിപ്പിക്കണമെന്നാണ് എഴുതിയത്. എനിക്കനുഭവപ്പെട്ട ഭയങ്കര അനുഭവങ്ങളൊന്നും ആർക്കും ഞാൻ സൂചിപ്പിച്ചില്ല. ആ കത്തുകൾ ഞാൻ ജനാല വഴി താഴേക്കിട്ട് കൊടുത്തു. അവ പോസ്റ്റ് ചെയ്യണമെന്ന് ആംഗ്യഭാഷയിൽ ഞാൻ ആവശ്യപ്പെട്ടു. അവരിലൊരാൾ അതെടുത്ത് ഭവ്യതയോടെ നെഞ്ചിൽ ചേർത്ത് കാട്ടി പിന്നെ തൊപ്പിക്കുള്ളിൽ മടക്കി വെച്ചു. ഞാൻ മുറിയിലേക്ക് മടങ്ങി വന്ന് ഏതാനും നിമിഷങ്ങൾക്കകം പ്രഭു എൻ്റെ മുറിയിൽ കടന്നു വന്നു. ആ 2 കത്തുകളും അയാളുടെ കയ്യിലുണ്ടായിരുന്നു. മുഖഭാവം രൂക്ഷമായിരുന്നു. ഈ കത്തുകൾ താഴെ വീണ് ആ സാഗ്നികൾക്ക് കിട്ടിയതാണ്. നിങ്ങൾ ഹോക്കിൻസിന് എഴുതിയ കത്ത് ഞാൻ വായിച്ചു. പക്ഷേ മറ്റേ കത്തിൽ എന്തൊക്കെയോ വരയും കുറിയും മാത്രം. അത് ഏതോ കോഡ് ഭാഷയാവാം. എന്തായാലും ഇത് മര്യാദയല്ല എന്ന് പറഞ്ഞ് മീനയ്ക്കുള്ള കത്ത് അയാൾ കത്തിച്ചു കളഞ്ഞു. ഹോക്കിൻസിനുള്ള കത്ത് അയാൾ മറ്റൊരു കവറിലാക്കി എന്നെക്കൊണ്ട് വിലാസം എഴുതിച്ച് വാങ്ങി പുറത്തേക്ക് പോയി. പോകും വഴി പുറത്തുനിന്ന് അയാൾ മുറി പൂട്ടുകയും ചെയ്തു. മെയ് 31. പ്രഭു അറിയാതെ വീണ്ടും കത്തുകൾ എഴുതണമെന്നും പോസ്റ്റ് ചെയ്യാൻ മാർഗം തേടണമെന്നും ഞാൻ കരുതി. അതിനുവേണ്ടി നോക്കുമ്പോൾ ഒരു തുണ്ട് കടലാസ് പോലും ഒരിടത്തും കാണാനില്ല. എന്നല്ല, എൻ്റെ പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന റെയിൽ യാത്രാരേഖകൾ, ബാങ്കുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ, എൻ്റെ മറ്റു ചില കുറിപ്പുകൾ തുടങ്ങിയവയും കാണാനില്ല. എൻ്റെ ഓവർകോട്ടും സ്യൂട്ടും ബ്ലാങ്കറ്റും വരെ നഷ്ടമായിരിക്കുന്നു. എല്ലാം പ്രഭു എടുത്തു മാറ്റിയിരിക്കുന്നു. ജൂൺ 24. താഴെ 2 കുതിരവണ്ടികൾ വന്നു. ഞാൻ ജനാലയിലൂടെ നോക്കി. വണ്ടികളിൽ നിന്നും വലിയ കൂറ്റൻ പെട്ടികൾ ഇറക്കി വയ്ക്കുകയാണവർ. എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകണമെന്ന് ഞാൻ അവരോട് ഉറക്കെ പറഞ്ഞെങ്കിലും അവർ ശ്രദ്ധിച്ചില്ല. വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നതിനാൽ എനിക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. വണ്ടികൾ മടങ്ങിപ്പോകുന്ന ശബ്ദം കേട്ട് നിരാശനായി ഞാൻ ഇരുന്നു. ആ ചെകുത്താൻ കോട്ടയിൽ എന്തൊക്കെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് അറിയാൻ ഞാൻ ജനാലയ്ക്കൽ വീണ്ടും പോയി നിന്നു. പ്രഭുവിൻ്റെ മുറിയിലെ ജനാലയിലൂടെ അയാൾ പുറത്തേക്ക് വന്നു. ദൈവമേ, അയാൾ ധരിച്ചിരിക്കുന്നത് എൻ്റെ വസ്ത്രങ്ങളാണ്. ഒരുപക്ഷെ ഞാൻ അവിടെയൊക്കെ സ്വതന്ത്രനായി നടക്കുകയാണെന്ന് മറ്റാരെങ്കിലും ധരിപ്പിക്കാനാവും ഈ വിദ്യ. പുറത്ത് പൂനിലാവ് പരന്നിരിക്കുന്നു. നിലാവിൽ മഞ്ഞുകണികൾ പാറി നടക്കുന്നത് പോലെ തോന്നി. പെട്ടെന്ന് ആ മഞ്ഞുകണികൾ 3 യുവതികളായി രൂപം കൊണ്ടു. ആ രാത്രി എന്നെ സമീപിച്ച രാക്ഷസികൾ തന്നെ. ഞാൻ ഭയന്ന് വേഗം എൻ്റെ കട്ടിലിൽ പോയിരുന്നു. പ്രഭു, എൻ്റെ കുഞ്ഞിനെ വിട്ടുതരൂ ദയവായി. ഓ എൻ്റെ കുഞ്ഞ്. ഒരു സ്ത്രീയുടെ ഉറക്കെയുള്ള നിലവിളിയും ഒരു കുഞ്ഞിൻ്റെ കരച്ചിലും ഞാൻ വ്യക്തമായി കേട്ടു. തുടർന്ന് കേട്ടത് 100 കണക്കിന് ചെന്നായ്ക്കളുടെ അലർച്ചയും മുരൾച്ചയുമാണ്. ജൂൺ 25. പുറത്ത് നല്ല വെയിൽ പരന്നിരിക്കുന്നു. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നോക്കണം. പകൽ സമയത്ത് ഒരിക്കലും പ്രഭുവിനെ ഇവിടെ കാണാറില്ല. അയാളില്ലാത്ത തക്കത്തിന് പുറത്തു ചാടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് പരിശോധിക്കാം. മുറിയുടെ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ്. അതിലൂടെ പുറത്തിറങ്ങാൻ കഴിയില്ല. പെട്ടെന്നൊരാശയം തോന്നി. പ്രഭു ജനലിലൂടെ അനായാസം പുറത്തിറങ്ങുന്നത് പലവട്ടം കണ്ടിട്ടുണ്ടല്ലോ. ആ രീതി ഒന്ന് പരീക്ഷിച്ചാൽ എന്താ? അധികം ആലോചിച്ച് നിൽക്കാതെ ഞാൻ അത് പരീക്ഷിച്ചു. വളരെ ഞെങ്ങി ഞെരുങ്ങി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒരുവിധം ജനാലയിലൂടെ ഞാൻ പുറത്തിറങ്ങി. ചുവരിലെ കല്ലുകളിൽ അള്ളിപ്പിടിച്ചും താഴെയുള്ളവയിൽ കാൽപ്പത്തികൾ ഉറപ്പിച്ചും ഒരു പല്ലിയെപ്പോലെ ഞാനും താഴേക്ക് ഇറങ്ങി. വിജയാഹ്ലാദത്തോടെ ഞാൻ പ്രഭുവിൻ്റെ മുറിയിലെത്തി. അയാൾ അവിടെ ഉണ്ടായിരുന്നില്ല. അതെനിക്ക് കൂടുതൽ ധൈര്യം പകർന്നു. മുറിയിലെ ഫർണിച്ചറുകൾ ഒന്നും വർഷങ്ങളായി ഉപയോഗിച്ച മട്ടില്ല. എല്ലാം പൊടിയും മാറാലയും പിടിച്ച് വൃത്തികേടായി കിടക്കുന്നു. ഒരു വിരൽപ്പാട് പോലും ഒന്നിനും പതിഞ്ഞിട്ടില്ല. ഒരു ഭാഗത്ത് വിവിധ രാജ്യങ്ങളിലെ സ്വർണ്ണ നാണയങ്ങൾ കൂന കൂട്ടിയിട്ടിരിക്കുന്നു. ആ മുറിയുടെ തുറന്നു കിടന്ന വാതിലിലൂടെ ഞാൻ മുന്നോട്ട് നടന്നു. കുറേ നടന്നപ്പോൾ കീഴോട്ടിറങ്ങുന്ന കൽപ്പടവുകൾ കണ്ടു. അതിലൂടെ താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ഒരു ഗുഹയിലേക്കാണ് എത്തിയത്. അവിടെ ശവഗന്ധം ഉയർന്നതുപോലെ തോന്നി. ഒടുവിൽ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി. ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് ഏതോ പള്ളിയുടെ ശവക്കോട്ടയിലാണ്. കഴിഞ്ഞ ദിവസം കുതിരവണ്ടിയിൽ കൊണ്ടുവന്നതായി ഞാൻ കണ്ട പെട്ടികൾ ഇവിടെ നിരത്തി വച്ചിരിക്കുന്നു. ഞാൻ അവ ഓരോന്നായി പരിശോധിച്ചു. അതിലൊന്നിൽ ദൈവമേ, അതാ ഡ്രാക്കുള പ്രഭു കണ്ണടച്ച് കിടക്കുന്നു. ശരിക്കും ശവം തന്നെ. ശ്വസന പ്രക്രിയ നടക്കുന്നില്ല. ഹൃദയമിടിപ്പുമില്ല.
എങ്കിലും ചുണ്ടുകൾക്ക് നല്ല ചുവപ്പ് നിറവും. ഞാൻ ശരിക്കും ഞെട്ടിത്തെറിച്ചുപോയി. എന്നോ മരിച്ച ഒരു മനുഷ്യനുമായാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സാധാരണ മട്ടിൽ ഇടപെട്ടു പോന്നതെന്നോ. ധൈര്യം അവലംബിച്ച് ഞാൻ ആ ശരീരത്തിൽ എവിടെയെങ്കിലും താക്കോൽക്കൂട്ടം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്നറിയാൻ തിരഞ്ഞു നോക്കി. അനക്കമില്ലെങ്കിലും ആ കണ്ണുകൾ തുറന്നതായും ഒരു ചെന്നായയുടെ ക്രൗര്യം അവയിൽ തെളിയുന്നതായും എനിക്ക് തോന്നി. ഞാൻ ഭയന്ന് വിറച്ചുകൊണ്ട് തിരിച്ചോടി. എൻ്റെ മുറിയിലെത്തിയതും ബോധമറ്റ് കട്ടിലിലേക്ക് വീണുപോയി. ജൂൺ 29. എന്നെക്കൊണ്ട് പ്രഭു എഴുതിച്ച അവസാന കത്തിലെ തീയതിയാണിന്ന്. ഇന്നും എൻ്റെ വസ്ത്രങ്ങൾ ധരിച്ച് പ്രഭു ജനാല വഴി ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടു. ഞാൻ റീഡിംഗ് റൂമിൽ വന്ന് ചിന്താവിഷ്ടനായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ പ്രഭു അങ്ങോട്ട് കയറി വന്നു. സുഹൃത്തെ, നിങ്ങൾക്കിനി ലണ്ടനിലേക്ക് മടങ്ങിപ്പോകാം. ഇനി നാം തമ്മിൽ കണ്ടെന്ന് വരില്ല. എനിക്ക് അല്പം ജോലി തിരക്കുകളുണ്ട്. കാലത്ത് നിങ്ങൾക്ക് പോകാനുള്ള വണ്ടി വരും. എങ്കിൽ ഇപ്പോൾ തന്നെ എന്നെ യാത്രയാക്കിക്കൂടെ? അയാൾ പറയുന്നതിൽ പൊള്ളത്തരം മനസ്സിലാകാത്ത മട്ടിൽ ഞാൻ ചോദിച്ചു. പ്രഭു ഒന്ന് ആലോചിച്ചിട്ട് സമ്മതം മൂളി. ഞാനും അയാളെ പിന്തുടർന്ന് പുറത്തേക്കുള്ള വാതിൽക്കലെത്തി. പ്രഭു ഒന്ന് കൈ ഉയർത്തിയപ്പോൾ ആയിരക്കണക്കിന് ചെന്നായ്ക്കളുടെ ഭീതിതമായ അലർച്ചയാണ് ഞാൻ കേട്ടത്. അവ അടുത്തടുത്ത് വരുന്നതായി അനുഭവപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞുപോയി, വേണ്ട, ഞാൻ രാവിലെ പൊയ്ക്കോളാം. ഞാൻ ഓടി വന്ന് എൻ്റെ കിടപ്പറയെ അഭയം പ്രാപിച്ചു. സങ്കടവും നിരാശയും സഹിക്കാതെ ഞാൻ വിങ്ങിക്കരഞ്ഞുപോയി. അപ്പോൾ പുറത്തൊരു സംസാരം കേട്ടു. മടങ്ങിപ്പോകൂ നിങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, ഈ രാത്രി എൻ്റേതാണ്. നാളെ രാത്രി നിങ്ങൾക്ക് അവനെ അനുഭവിക്കാം. വാതിൽ വിടവിലൂടെ നോക്കിയപ്പോൾ ആ 3 സുന്ദരികൾ രക്തരക്ഷസുകൾ നൊട്ടി നുണഞ്ഞു നിൽക്കുന്നത് കണ്ടു. പ്രഭുവിൻ്റെ ആജ്ഞ കേട്ട് അവർ മടങ്ങിപ്പോയി. ദൈവമേ, എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ കഴുത്തിൽ കിടന്ന കുരിശിൽ മുത്തി വീണ്ടും കിടന്നു. ജൂൺ 30. നേരം പുലർന്നു. എൻ്റെ അന്ത്യമടുത്തു എന്ന് കരുതി ഞാൻ മുട്ടുകുത്തി ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. തൽക്കാലം സൂര്യപ്രകാശത്തിൽ ഞാൻ സുരക്ഷിതനാണ്. ഈ സൂര്യൻ അസ്തമിക്കും മുൻപ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. വാതിൽ പൂട്ടിയിരിക്കുകയാണ്. തുറക്കാൻ സാധ്യമല്ല. താക്കോൽ പ്രഭുവിൻ്റെ പക്കലുണ്ട്. അയാളിപ്പോൾ വെറും ശവമായി പെട്ടിയിൽ കിടക്കുകയാവും. ഞാൻ അങ്ങോട്ട് കുതിച്ചെത്തി. ഊഹിച്ചതുപോലെ ആ പിശാച് പെട്ടിയിൽ നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ട്. പകൽ മുഴുവൻ ശവപ്പെട്ടിയിൽ കിടക്കുകയും രാത്രി മുഴുവൻ മനുഷ്യരക്തം കുടിക്കുകയും ചെയ്ത് ശക്തിയാർജിക്കുന്ന ഇവൻ ലണ്ടനിൽ എത്തിച്ചേർന്നാൽ ആ നഗരത്തിലുള്ളവർ മുഴുവൻ ഇവൻ്റെ ഇരകളാവും. അതിനനുവദിക്കരുത്. ഇരച്ചു കയറിയ കോപത്തോടെ അവിടെ കിടന്ന പിക്കാക്സ് എടുത്ത് ഞാൻ അവൻ്റെ മുഖത്ത് ആഞ്ഞുവെട്ടി. പെട്ടെന്ന് ഒരു വശം മുഖം ചെരിഞ്ഞു. വീണ്ടും വെട്ടാൻ ഒരുങ്ങവേ പെട്ടിയുടെ മൂടി താനെ അടഞ്ഞു. പിന്നെ എത്ര ശ്രമിച്ചിട്ടും അത് ഇളക്കി മാറ്റാൻ എനിക്ക് കഴിഞ്ഞില്ല. ഈ സമയം താഴെ സ്ലോവാക്കുകളുടെ വണ്ടി വന്ന ശബ്ദം ഞാൻ കേട്ടു. അവർ താഴത്തെ വാതിൽ തുറക്കും. ആ തക്കത്തിന് എനിക്ക് പുറത്തു കിടക്കാമെന്ന് കരുതി ഞാൻ ഓടി. ഹാളിൻ്റെ വാതിൽ തുറന്നു കിടക്കുകയാണ്. അതിലൂടെ താഴേക്ക് ഓടിയിറങ്ങിയാൽ പുറത്തേക്കുള്ള വാതിൽക്കതെത്താം. പക്ഷേ ഞാൻ ഓടിയെത്തിയതും ഹാളിൻ്റെ വാതിൽ ആഞ്ഞടഞ്ഞു. എത്ര ശ്രമിച്ചിട്ടും എനിക്കത് വലിച്ചു തീർക്കാൻ സാധിച്ചില്ല. അപ്പോൾ താഴെ സ്ലോവാക്കുകളുടെ കുതിരവണ്ടി അകന്നകന്നു പോകുന്ന ശബ്ദം തികഞ്ഞ നിരാശയോടെ ഞാൻ കേട്ടു. എൻ്റെ ഹൃദയമിടിപ്പ് തന്നെ നിലച്ചു പോകുമെന്നും തോന്നി. ദൈവമേ, ഞാനിനി എന്തു ചെയ്യും? മീന ലൂസിക്ക് അയച്ച കത്ത്. മെയ് 9. എത്രയും പ്രിയപ്പെട്ട ലൂസി, സോറി ലൂസി, കത്തെഴുതാൻ വൈകിയതിൽ ക്ഷമിക്കണം. ഞാനിപ്പോൾ കുറച്ചധികം തിരക്കിലാണ്. ജോനാഥനെ ഭാവിയിൽ ജോലികൾ സഹായിക്കാൻ വേണ്ടി ഞാൻ ഷോർട്ട് ഹാൻഡ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വക്കീലായി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാനാവും സഹായി. അതിനു മുമ്പ് ഞങ്ങളുടെ വിവാഹം നടക്കുമെന്ന് കരുതുന്നു. വിവാഹശേഷം അദ്ദേഹത്തിൻ്റെ സ്റ്റെനോഗ്രാഫറും ഞാനായിരിക്കും. ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ കത്തിടപാടുകൾ നടത്തുന്നത് ഷോർട്ട് ഹാൻഡിലാണ്. അദ്ദേഹം വിദേശ യാത്രാക്കുറിപ്പുകൾ ഡയറിയിൽ എഴുതുന്നതും ഷോർട്ട് ഹാൻഡിലാണ്. ഞാനും ഇപ്പോൾ ഡയറി എഴുതുന്നത് ശീലമാക്കിയിട്ടുണ്ട്. അദ്ദേഹം മടങ്ങി വരുമ്പോൾ ഞങ്ങൾക്ക് ഒന്നിച്ചിരുന്ന് ഈ കുറിപ്പുകൾ വായിക്കാമല്ലോ. എന്തായാലും നമുക്ക് തമ്മിൽ കാണണം. കാണുമ്പോൾ ഞാൻ എൻ്റെ കൊച്ചു പദ്ധതികളൊക്കെ വിവരിക്കാം. ജോനാഥൻ സുഖമായിരിക്കുന്നു. ഒരാഴ്ചയ്ക്കകം അദ്ദേഹം മടക്കയാത്ര ആരംഭിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഗുഡ് ബൈ. സ്നേഹപൂർവ്വം, മീന. ലൂസിക്ക് എഴുതിയ കത്തിൽ പറയും പോലെ ജോനാഥനും മീനയും അനുരാഗബദ്ധരാണ്. അദ്ദേഹവുമായുള്ള വിവാഹം എത്രയും വേഗം നടത്താൻ ആഗ്രഹിച്ച് കഴിയുകയാണ് അവൾ. വക്കീൽ പരീക്ഷ പാസ്സായതിനാൽ മടങ്ങിയെത്തിയാൽ അദ്ദേഹം ഒരു വക്കീലായി പ്രാക്ടീസ് തുടങ്ങും. അപ്പോൾ അദ്ദേഹത്തിന് സമർത്ഥയായ ഒരു സ്റ്റെനോഗ്രാഫറുടെ സഹായം ആവശ്യമായി വരും. അത് മനസ്സിലാക്കി മീന ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡും പഠിക്കുന്നുണ്ട്. ജോനാഥൻ്റെ കത്തുകളൊന്നും കാണാഞ്ഞതിൽ വിഷമിച്ച് കഴിയവേ ഇന്നവൾക്ക് ഒരു കത്ത് കിട്ടി. പക്ഷേ അത് വളരെ ശുഷ്കമാണ്. പ്രേമോദാരനായ ഒരു കാമുകൻ്റെ ചടുലതയൊന്നും അതിൽ ദൃശ്യമല്ല. ഇതിനിടെ ലൂസിയുടെ ഒരു കത്തും മീനയ്ക്ക് കിട്ടി. ലൂസി അവൾക്ക് വേണ്ടി വന്ന ഒരു വിവാഹാലോചനയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഒരു ഡോക്ടറാണത്രേ കക്ഷി. മാനസിക രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർ സെവാർഡാണ് അത്. മറ്റൊരു ആലോചനയുള്ളത് ടെക്സാസിൽ നിന്നും ഒരു യുവാവിൻ്റേതാണ്. തീർന്നില്ല, ഒരു മൂന്നാമനും രംഗത്തുണ്ട്. അയാളെക്കുറിച്ച് ചില സൂചനകളേ ഉള്ളൂ. മീന തലയിൽ കൈവച്ച് ചിരിച്ചുപോയി.
കാരണം ലൂസി ഹൃദയത്തിൽ വെച്ച് ആരാധിക്കുന്ന ഒരു കാമുകനുണ്ടെന്ന് മീനയ്ക്കറിയാം. ഉയരം കൂടിയ ചുരുണ്ട മുടിക്കാരൻ സുന്ദരൻ ആർത്തർ ഹോംവുഡാണ് അവളുടെ കാമുകൻ. താൻ അയാളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾ മുൻപ് തനിക്ക് എഴുതിയിട്ടുണ്ട്. അയാളെ അല്ലാതെ മറ്റാരെയും അവൾ വിവാഹം ചെയ്യുകയില്ല. ഡോക്ടർ സെവാർഡിൻ്റെ ഡയറി. മെയ് 25. വയറ്റിനുള്ളിൽ എന്തോ വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെടുന്നു. വായ്ക്ക് രുചിയൊന്നും തോന്നുന്നില്ല. അതുകൊണ്ട് ആഹാരമൊന്നും കഴിക്കണമെന്നില്ല. വെറുതെ വിശ്രമിക്കാനൊന്നും കഴിയുന്നില്ല. അതുകൊണ്ട് ഡയറി എഴുതാമെന്ന് കരുതി. എൻ്റെ വിവാഹാഭ്യർത്ഥന ലൂസി നിരാകരിച്ചത് എൻ്റെ മനസ്സിനെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു. കഠിനമായ ജോലികൾ മുഴുകിയാണ് ഇങ്ങനെയുള്ള മാനസികാസ്വാസ്ഥ്യത്തെ മറികടക്കാൻ ഏറ്റവും നല്ല മാർഗം. അതുകൊണ്ട് ഞാൻ എൻ്റെ രോഗികളുടെ അടുത്തേക്ക് നീങ്ങി. എനിക്ക് ഏറെ ഗവേഷണ താല്പര്യമുള്ള ഒരു രോഗിയുണ്ട്. രോഗാവസ്ഥയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായി ഞാൻ അയാളെ നിരന്തരം നിരീക്ഷിക്കുന്നുണ്ട്. അയാളുടെ ഉള്ളിലെ വിഷമങ്ങൾ അറിയാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. RM റെൻഫീൽഡ് എന്നാണ് അയാളുടെ പേര്. ഞാൻ അയാളോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. 59കാരനായ അയാൾ എന്തിനെയോ വളരെ ആകാംക്ഷപൂർവ്വം പ്രതീക്ഷിക്കുന്നതായി തോന്നി. കരുത്തേറിയ ശരീരം, പ്രതീക്ഷാ നിർഭരമായ ഹൃദയം. പക്ഷേ അയാൾ പെട്ടെന്ന് പ്രകോപിതനാകാം എന്ന് എനിക്ക് തോന്നി. ചിലപ്പോൾ അയാൾ ഉന്മേഷരഹിതനായി ചടഞ്ഞുകൂടിയിരിക്കും. ആ അവസ്ഥയിൽ നിന്നും ഉണരുന്നതാവട്ടെ വിചിത്രമായ ചില ആശയങ്ങളുമായിട്ടാവും. അത് മിക്കവാറും അപകടകരമായ ചില ചിന്തകളുമാവാം. അങ്ങനെയുള്ളവർ സ്വയം അപകടത്തെ നേരിടാനുള്ള മുൻകരുതൽ എടുക്കും. അത് അവർക്കും മറ്റുള്ളവർക്കും സുരക്ഷാ കവചം ഒരുക്കുകയും ചെയ്യും. ജൂൺ 5. റെൻഫീൽഡ് എനിക്ക് രസം പകരുന്ന ഒരു ഗവേഷണ വിഷയമാണെന്ന്. എന്തൊക്കെയോ നിഗൂഢതകളുടെ വലയത്തിനുള്ളിൽ പെട്ടിരിക്കുകയാണ് അയാൾ. ഈച്ചകളെ ജീവനോടെ പിടിക്കുകയാണ് ഇപ്പോൾ അയാളുടെ ഇഷ്ടവിനോദം. മുറി മുഴുവൻ ഈച്ചകളെ കൊണ്ട് നിറഞ്ഞപ്പോൾ അവയെ കൊണ്ടുപോയി കളയാൻ അയാളോട് ഞാൻ നിർദ്ദേശിച്ചു. അപ്പോൾ അയാൾ അപേക്ഷാ സ്വരത്തിൽ പറഞ്ഞു, ഡോക്ടർ, എനിക്കൊരു 3 ദിവസം കൂടി അനുവദിക്കണം. അതിനകം ഞാൻ ഇവയെ ഒഴിവാക്കിക്കൊള്ളാം. വിചിത്രമായ അയാളുടെ മറുപടി കേട്ട് എനിക്ക് കൗതുകമേറി. വല്ലാത്തൊരു മനുഷ്യൻ. ജൂൺ 18. റെൻഫീൽഡ് ഇപ്പോൾ എട്ടുകാലികളെ പിടിക്കുന്നതിലാണ് തൽപരനായി കാണുന്നത്. ഒരു പെട്ടി നിറയെ എട്ടുകാലികളുണ്ടത്രേ. ഈച്ചകളെ അവയ്ക്ക് തീറ്റയായി കൊടുക്കുകയാണ്. ജൂലൈ 1. റെൻഫീൽഡിൻ്റെ എട്ടുകാലി ശേഖരം വളരെ വലുതാണിപ്പോൾ. ഇവറ്റെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയണമെന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് വലിയ സങ്കടമായി. എന്തോ വലിയ നഷ്ടം സംഭവിക്കാൻ പോകുന്നു എന്ന ഭാവമായിരുന്നു അയാളുടെ മുഖത്ത്. അത് കണ്ടപ്പോൾ എനിക്ക് അയാളോട് അലിവ് തോന്നി. ശരി, ഒന്നിച്ചു കളയണ്ട, കുറേശ്ശെയായി പലതവണയായി ഒഴിവാക്കിയാലും മതി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അയാൾക്ക് സന്തോഷമായി. അതിനിടെ ഒരു വലിയ ഈച്ചയെ ജീവനോടെ വായിലിട്ട് രുചിയോടെ അയാൾ ചവച്ചു തിന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഓക്കാനിക്കാൻ തോന്നി. അറപ്പോടെ ഇനി ഇങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ ശാസിച്ചപ്പോൾ വളരെ രുചികരമാണ് ഈച്ച എന്നാണ് അയാൾ എന്നെ തിരുത്തിയത്. ജൂലൈ 19. റെൻഫീൽഡിന് എവിടെ നിന്നോ ഒരു കുരുവിയെ കിട്ടിയിരിക്കുന്നു. വളരെ ഓമനിച്ചാണ് അയാൾ അതിനെ വളർത്തുന്നത്. കുരുവിക്ക് തീറ്റയായി അയാൾ എട്ടുകാലികളെ കൊടുക്കും. എട്ടുകാലികൾക്ക് തിന്നാൻ ഈച്ചകളെ കൊടുക്കും. വലിയ എന്തോ കാര്യം ചെയ്യും പോലെയാണ് ഇതൊക്കെയും അയാൾ ചെയ്യുന്നത്. ഇനി അയാൾക്ക് ആവശ്യം ഒരു പൂച്ചയെയാണ്. എവിടെ നിന്നെങ്കിലും ഒരു പൂച്ചയെ പിടിച്ചു കൊടുക്കണമെന്നാണ് അയാൾ എന്നോട് അപേക്ഷിച്ചത്. നോക്കാമെന്ന് ഞാൻ സമ്മതിച്ചിരിക്കുകയാണ്. ജൂലൈ 20. റെൻഫീൽഡ് വീണ്ടും ഈച്ചപിടുത്തം ആരംഭിച്ചത് കണ്ട് ഞാൻ ചോദിച്ചു, ആ കുരുവി എവിടെ? അത് പറന്നുപോയി എന്നായിരുന്നു റെൻഫീൽഡിൻ്റെ നിർവികാരമായ മറുപടി. എന്നാൽ അന്ന് ഉച്ച കഴിഞ്ഞ് അയാൾ ഛർദ്ദിച്ചു. അത് മുഴുവൻ തൂവലായിരുന്നു. ഒടുവിൽ കുരുവിയെ ജീവനോടെ കടിച്ചു തിന്നതാണെന്ന് അയാൾ സമ്മതിച്ചു. കഴിയുന്നത്ര ജീവികളെ ഇങ്ങനെ തിന്നാൻ കൊടുത്താൽ വളരെ നല്ലതാണത്രേ. രാത്രി അയാൾക്ക് ഞാൻ ഉറക്കഗുളിക കൊടുത്തു. ശാന്തനായി അയാൾ ഉറങ്ങി. എന്തായാലും വളരെ ശ്രദ്ധാപൂർവം പഠിക്കേണ്ട ഒരു വിചിത്ര മനുഷ്യനാണ് ഇയാൾ. മീനയുടെ ഡയറി കുറിപ്പുകൾ. ജൂലൈ 24. സ്റ്റേഷനിൽ ലൂസി എന്നെ കാത്തു നിന്നിരുന്നു. ഞങ്ങൾ നേരെ പോയത് അവളുടെ വീട്ടിലേക്കാണ്. മനോഹരമായ ഒരു പ്രദേശത്താണ് അവളുടെ വീട്. വീടും വളരെ സുന്ദരം. തൊട്ടടുത്ത് ഒരു ശവക്കോട്ടയുണ്ടെന്നുള്ളത് അത്ര സുഖകരമല്ലാത്ത ഒരു സത്യമാണ്. എങ്കിലും അവിടുത്തെ ഏകാന്തത എനിക്കിഷ്ടമായി. ധാരാളം നടപ്പാതകളും അതിലെല്ലാം ചാരുബെഞ്ചുകളുമുണ്ട്. അതിലൊന്നിൽ പോയിരുന്ന് ഞാൻ വല്ലതും എഴുതും. ജോനാഥൻ്റെ വിവരങ്ങളൊന്നും ഇല്ലാതായിട്ട് നാളുകളേറെയായി. അതുകൊണ്ട് എൻ്റെ ഹൃദയഭാരം ഏറുന്നു. ആർത്തറെക്കുറിച്ചും അവരുടെ പ്രണയത്തെക്കുറിച്ചും ലൂസി ഏറെ വാചാലയാകുമ്പോൾ എൻ്റെ ഈ ഹൃദയവേദന വർദ്ധിക്കും. അവസാനം കിട്ടിയത് ഹോക്കിൻസ് കൊടുത്തയച്ച ജോനാഥൻ്റെ കത്താണ്. അതിൽ എഴുതിയിരിക്കുന്നത് ഡ്രാക്കുള പ്രഭുവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഉടനെ പുറപ്പെടുന്നു എന്നാണ്. ആ കത്ത് ശരിക്കും ജോനാഥൻ എഴുതിയതാണോ എന്ന് പോലും സംശയം തോന്നി. വിറയാർന്ന അക്ഷരങ്ങൾ പോലെയുണ്ടത്. ശരിക്കും എന്തൊക്കെയോ നിഗൂഢതകളുടെ നടുവിലാണ് അദ്ദേഹമെന്ന് എൻ്റെ മനസ്സ് പറയുമ്പോൾ തോന്നി. ദൈവം അദ്ദേഹത്തെ രക്ഷിക്കും. എൻ്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കാതിരിക്കുമോ? എൻ്റെ പ്രാണനാഥൻ സുരക്ഷിതനായിരിക്കട്ടെ. ലൂസിക്ക് ഇടയ്ക്ക് സ്വപ്നത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന രോഗമുണ്ടെന്ന് എനിക്കറിയാം. ആർത്തറുമായ പ്രേമത്തിൽ മുഴുകിയ ശേഷം അവൾ കൂടുതൽ സ്വപ്നലോകത്തേക്ക് വഴുതി പോകുന്നുണ്ടോ?
ഈയിടെയായി അവളുടെ സ്വപ്നാടന രോഗം ഏറി വരുന്നത് പോലെ തോന്നി. അതെന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നുമുണ്ട്. ജൂലൈ 27. ജോനാഥിൻ്റെ വിവരങ്ങളൊന്നുമില്ല. അവസാനം കിട്ടിയ കത്ത് ജോനാഥിൻ്റെ തന്നെയാണ്. കൃത്രിമമൊന്നും നടന്നിട്ടില്ല. എങ്കിലും അത് വായിച്ചപ്പോൾ എന്തൊക്കെയോ ശരിയില്ലായ്മകൾ എനിക്ക് തോന്നി. അദ്ദേഹത്തെക്കുറിച്ച് വ്യക്തിപരമായ വിവരങ്ങളൊന്നുമില്ല. അതിലെനിക്ക് വലിയ വിഷമമുണ്ട്. അതിൽ നിന്നും മുക്തി നേടാനാണ് വല്ലതുമൊക്കെ ഇങ്ങനെ കുത്തിക്കുറിക്കുന്നത്. ഞാൻ അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ഒരു വൃദ്ധൻ എൻ്റെ അടുത്ത് വന്നു. മിസ്റ്റർ സീൽഡ് എന്ന് സ്വയം പരിചയപ്പെടുത്തി. സ്വന്തം മരണത്തെക്കുറിച്ചാണ് പിന്നീട് അദ്ദേഹം സംസാരിച്ചത്. ഭീതിയോടെ കടലിലേക്ക് നോക്കിക്കൊണ്ട് കടൽക്കാറ്റിൽ പോലും മരണം പതിയിരിക്കുന്നുണ്ടെന്നും ഏത് നിമിഷവും അത് തന്നെ അടിമപ്പെടുത്തിയേക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എൻ്റെ മറുപടിയോ സാന്ത്വനമോ ഒന്നും പ്രതീക്ഷിക്കാതെ ആ വൃദ്ധൻ വേച്ച് നടന്നുപോയി. ആ സംഭവം എന്നെ കൂടുതൽ തളർത്തി. കടലിൽ അങ്ങകലെ ഒരു കപ്പൽ കാറ്റിൽപ്പെട്ടിട്ടെന്നോണം വട്ടം കറങ്ങുന്നത് കണ്ടു. അത് ഏത് കപ്പലാണെന്ന് തുറമുഖ ഉദ്യോഗസ്ഥർക്ക് പോലും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഏതോ വിദേശ കപ്പലാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് അന്തരീക്ഷത്തിൽ ചടുലമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. വലിയ കൊടുങ്കാറ്റ് വീശി. നിമിഷങ്ങൾക്കകം അത് ശാന്തമായി. വീണ്ടും കാറ്റ് വീശി. പിന്നെ മൂടൽമഞ്ഞ് പരക്കുന്നത് കണ്ടു. തിരമാലകൾ വളരെ ഉയരത്തിൽ ആഞ്ഞടിച്ചു. എന്നാൽ ഇത്രയൊക്കെ വലിയ കടൽക്ഷോഭത്തിലും ആ കപ്പൽ സാധാരണ മട്ടിൽ സഞ്ചരിക്കുന്നത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. ഒടുവിൽ അത് പായ നിവർത്തിയ നിലയിൽ തന്നെ തുറമുഖത്തണഞ്ഞു. കപ്പലിൻ്റെ മുകൾ തട്ടിൽ ഒരു ശവശരീരം കിടക്കുന്നുണ്ടായിരുന്നു. കരയിൽ നിന്ന് ഒരു കറുത്ത പട്ടി ദയനീയമായി മൂങ്ങിക്കൊണ്ട് ഓടിപ്പോയി. കപ്പലിൻ്റെ കപ്പിത്താനെ ചുക്കാനിൽ കെട്ടിയിട്ട നിലയിലാണ്. മറ്റാരും തന്നെ കപ്പലിൽ ഉള്ളതായി തോന്നുന്നുമില്ല. ആകെയുള്ളത് കുറേ വലിയ കറുത്ത പെട്ടികൾ മാത്രം. അഡ്വക്കേറ്റ് ബില്ലിംഗ്ടൻ്റെ പേരിലാണത്രേ അത് അയച്ചിരിക്കുന്നത്. ക്യാപ്റ്റൻ്റെ മൃതദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു കുപ്പി കണ്ടുകിട്ടി. ആ കുപ്പിയിൽ ഒരു കടലാസു ചുരുൾ അടക്കം ചെയ്തിരുന്നു. അത് കപ്പിത്താൻ സ്വയം എഴുതിയ കുറിപ്പായിരുന്നു. ജൂലൈ 1. വിചിത്രമായ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തികച്ചും അവിശ്വസനീയവും അപായസൂചകവുമായ സംഭവങ്ങൾ. അതുകൊണ്ട് ഞാനവ കുറിച്ചിടാൻ തീരുമാനിച്ചു. ജൂലൈ 5. മണ്ണ് നിറച്ച കുറേ കറുത്ത പെട്ടികളുമായി കപ്പൽ തുറമുഖം വിട്ടു. ജോലിക്കാരായി 5 പേർ മാത്രം. 2 മേറ്റുകൾ, തണ്ടുവലിക്കുന്നവൻ, പാചകക്കാരൻ, പിന്നെ ക്യാപ്റ്റനായ ഞാനും. ആകെ 5 പേർ. ജൂലൈ 11. ബോസ്ഫോറസിൽ ഉദ്യോഗസ്ഥർ നിയമനൂലാമാലകൾ എടുത്തിട്ട് കുഴയ്ക്കാൻ നോക്കി. അവർക്ക് അല്പം കൈമടക്ക് കൊടുത്തപ്പോൾ വിട്ടയച്ചു. ജൂലൈ 12. ദാർദനൽസിലെത്തി. ഇവിടെയും കുറച്ച് കൈക്കൂലി കൊടുക്കേണ്ടി വന്നു. അവിടെ നിന്ന് അതിവേഗം തിരിച്ച് സന്ധ്യയോടെ ആർക്കിപ്പെലാഗോയിൽ എത്തിച്ചേർന്നു. ജൂലൈ 13. മെറ്റാപ്പൻ മുനമ്പ് കടന്നതോടെ യാത്രക്കാർ പൊതുവെ അസ്വസ്ഥരാകുന്നത് കണ്ടു. എന്തോ അസുഖം ബാധിച്ചതുപോലെ അവർ പെരുമാറുന്നുണ്ടായിരുന്നു. ജൂലൈ 14. കാരണം എന്താണെന്നറിയില്ല. പക്ഷേ എല്ലാവരും സമചിത്തത വിട്ടു പെരുമാറുന്നു. ചിലർ തമ്മിൽ അടിപിടി പോലും ഉണ്ടായി. എല്ലാവർക്കും ഒരുമിച്ച് ബുദ്ധിഭ്രമം സംഭവിക്കുമോ? ജൂലൈ 16. കുഴപ്പങ്ങൾ വർദ്ധിക്കുകയാണ്. യാത്രക്കാരിൽ ഒരാളായ പെട്രോവ്സ്കിയെ കാണാനില്ലത്രേ. അയാൾ എവിടെ പോയി? ആർക്കും ഒന്നും അറിയില്ല. പക്ഷേ എനിക്കൊന്നറിയാം. ഇന്നോളമില്ലാത്ത വിധം അദൃശ്യമായ എന്തോ ഒരു ആപത്ത് കപ്പലിനെ ബാധിച്ചിരിക്കുന്നു, ഉറപ്പ്. ജൂലൈ 17. ഇന്നലെ ഓൾഗാരൻ എൻ്റെ ക്യാബിനിൽ വന്നു. അവൻ വല്ലാതെ ഭയന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ പറയുന്നത് കപ്പലിൽ ഒരു വിചിത്ര മനുഷ്യൻ കയറിക്കൂടിയിട്ടുണ്ടെന്നാണ്. ഉയരം കൂടിയ ഒരു മനുഷ്യൻ കപ്പലിൻ്റെ മേൽത്തട്ടിലൂടെ ഉലാത്തുന്നത് അവൻ നേരിട്ട് കണ്ടിരിക്കുന്നു. അയാൾ ഒരു വിചിത്ര രൂപിയാണത്രേ. അക്കാര്യം പറയുമ്പോൾ തന്നെ അവൻ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അന്ന് വൈകിട്ട് എല്ലാവരും ചേർന്ന് കപ്പലിൻ്റെ എല്ലാ മുക്കും മൂലയും പരിശോധിക്കാൻ ഞാൻ നിർദ്ദേശിച്ചു. എല്ലാവരും ആത്മാർത്ഥമായി ശ്രദ്ധാപൂർവം പരിശോധന നടത്തി. പക്ഷേ ആർക്കും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ജൂലൈ 22. ജിബ്രാൾട്ടർ കടലിടുക്ക് പിന്നിട്ടുവെങ്കിലും കടൽ വല്ലാതെ ക്ഷോഭിച്ചിരിക്കുകയാണ്. യാത്രക്കാർ ആകമാനം വല്ലാതെ ഭയപ്പെട്ടിരിക്കുന്നു. ജൂലൈ 24. അസ്വാഭാവികമായും വിചിത്രവുമായ അനുഭവങ്ങൾ തുടരുന്നു. BCK ഉൾക്കടലിലേക്ക് കപ്പൽ പ്രവേശിച്ച ശേഷം ഇന്നലെ രാത്രി കപ്പലിൻ്റെ മുകൾ തട്ടിൽ കാവൽ ഡ്യൂട്ടിയിലായിരുന്ന ഒരാളെ നേരം പുലരുമ്പോൾ കാണാനില്ല. കപ്പൽ തട്ടിൽ തനിച്ച് കാവൽ നിൽക്കാൻ ആരും തയ്യാറായില്ല. അതുകൊണ്ട് 2 പേരെ അതിന് നിയോഗിച്ചു. ജൂലൈ 29. എന്തൊരു മറിമായമോ എന്തോ. ഇന്ന് വീണ്ടും ഒരാളെ കൂടി കാണാതായിരിക്കുന്നു. ജൂലൈ 30. അതിവേഗത്തിൽ കപ്പൽ ഇംഗ്ലണ്ടിലേക്ക് അടുക്കുകയാണ്. ഇതിനിടെയാണ് മേറ്റ് വന്ന് പറയുന്നത് 2 കാവൽക്കാരെയും ചുക്കാൻ പിടിക്കുന്നവനെയും കാണാനില്ലെന്ന്. ഞാൻ ഞെട്ടിത്തെറിച്ചുപോയി. ജീവനക്കാരായി ബാക്കിയുള്ളത് ഇനി അയാളും ഞാനും മാത്രം. പിന്നെ 2 യാത്രക്കാരും. ദൈവമേ, എന്താണ് ഞങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആഗസ്റ്റ് 1. കപ്പലിൻ്റെ അവസ്ഥ വളരെ മോശമായി തുടരുന്നു. മൂടൽമഞ്ഞും കൊടുങ്കാറ്റും മൂലം എനിക്ക് ദിശയറിഞ്ഞ് കപ്പലിനെ നയിക്കാനും കഴിയുന്നില്ല. എല്ലാം മറ്റാരോ ചെയ്യുന്നത് പോലെയാണ് അനുഭവപ്പെടുന്നത്. ആഗസ്റ്റ് 2.
അർദ്ധരാത്രിയിൽ ഒരു നിലവിളി ഡെക്കിൽ നിന്നും ഉയർന്നത് കേട്ട് ഞാൻ അങ്ങോട്ട് ഓടിച്ചെന്നു. മേറ്റും അങ്ങോട്ട് ഓടി വന്നു. അയാളും നിലവിളി കേട്ട് ഓടി വന്നതാണത്രേ. ഒരാളെ കൂടി കാണാതായിരിക്കുന്നു. നിലവിളിച്ച ആളിനെയാണിപ്പോൾ കാണാതായിരിക്കുന്നത്. ദൈവമേ, നീ മാത്രമാണിനി ഞങ്ങൾക്ക് തുണ. മൂടൽമഞ്ഞ് കപ്പലിനെ ചുറ്റും ആവരണം തീർത്തുകൊണ്ട് ഒപ്പം നീങ്ങുകയാണെന്ന് തോന്നുന്നു. ആഗസ്റ്റ് 3. പാതിരാത്രി കഴിഞ്ഞിരിക്കും. ചുക്കാൻ പിടിക്കുന്ന കക്ഷിയെ തനിച്ചാക്കണ്ട, അയാളെ അല്പം സഹായിക്കുകയും ചെയ്യാം എന്ന് കരുതി ഞാൻ മുകളിലേക്ക് ചെന്നു. പക്ഷേ അയാൾ സീറ്റിൽ ഇല്ലായിരുന്നു. കപ്പൽ തനിയെ നീങ്ങുകയാണ്. അദൃശ്യനായ ആരോ ചുക്കാൻ പിടിക്കുന്നത് പോലെ അനുഭവപ്പെട്ടു. അപ്പോഴേക്കും മേറ്റ് ഓടിയെത്തി. അയാളുടെ കണ്ണുകൾ ഭയവും ക്രൗര്യവും ഒരേ അളവിൽ കാണാമായിരുന്നു. ശരീരമാകെ വിറകൊള്ളുന്നുമുണ്ട്. അയാൾ കിതച്ചുകൊണ്ട് പറഞ്ഞു, ആ നാശം ഈ കപ്പലിലുണ്ട്. ഉയരം കൂടി വെളുത്തു മെലിഞ്ഞ അവനെ ഞാൻ നേരിട്ട് കണ്ടു. അവനാണ് നമ്മുടെ ദുർഗതിക്ക് എല്ലാം കാരണക്കാരൻ. ഞാൻ അവനെ പിൻകഴുത്തിൽ നിന്ന് കത്തി കുത്തിയിറക്കി. പക്ഷേ അത്ഭുതം, കത്തി വെറുതെ വായുവിൽ നീങ്ങിയതേയുള്ളൂ. അവനൊന്നും സംഭവിച്ചില്ല. പെട്ടെന്ന് അവൻ അപ്രത്യക്ഷനുമായി. അവൻ ആ പെട്ടിക്കുള്ളിൽ ഒന്നിലാവാം ഒളിച്ചിരിക്കുന്നത്. അവനെ ഞാൻ പിടികൂടുക തന്നെ ചെയ്യും. അവൻ ആരായാലും ശിക്ഷിക്കപ്പെടണം. ഇതും പറഞ്ഞ് അമിതാവേശത്തോടെ മേറ്റ് താഴേക്ക് ഓടി. അയാൾ പറയും പോലെയല്ല, ആ പെട്ടികൾ വെറുതെ മണ്ണ് നിറച്ചിരിക്കുകയാണ്. അത് ഞാൻ പരിശോധിച്ചതുമാണ്. താഴെ നിന്നും എന്തൊക്കെയോ തട്ടലും മുട്ടലും ഒക്കെ കേട്ടു. പിന്നെ കേട്ടത് മേറ്റിൻ്റെ നിലവിളിയാണ്. അയ്യോ, എന്നെ രക്ഷിക്കണേ. തുടർന്ന് അയാൾ മുകളിലേക്ക് ഓടി വന്നു, ഒരു ഭ്രാന്തനെ പോലെ. ക്യാപ്റ്റൻ, ഞാൻ പറഞ്ഞില്ലേ, അവൻ ഇവിടെയുണ്ട്. ഈ കപ്പലിൽ അവനുണ്ട്. അവൻ്റെ രഹസ്യങ്ങൾ ഞാൻ മനസ്സിലാക്കി. ഇനി എനിക്ക് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഇത്രയും പറഞ്ഞിട്ട് അയാൾ കടലിലേക്ക് എടുത്തു ചാടി. ഞാൻ അതൊട്ടും പ്രതീക്ഷിച്ചതല്ല. ഒരു പക്ഷേ ഇയാളായിരിക്കുമോ ഭ്രാന്ത് മൂത്ത് മറ്റുള്ളവരെയും കടലിൽ തള്ളിയിട്ടത്? എന്തൊക്കെ അസ്വാഭാവികങ്ങളായ അനുഭവങ്ങളാണിതൊക്കെ. കപ്പൽ തുറമുഖത്തിനടുത്ത് എത്തുമ്പോൾ അവിടെയുള്ളവരോട് ഞാൻ എങ്ങനെ ഇതൊക്കെ വിവരിക്കും? ആരാണിതൊക്കെ വിശ്വസിക്കുക? പക്ഷേ ഈ കപ്പൽ കരയ്ക്ക് അണയുമെന്ന് തന്നെ ആര് കണ്ടു? ആഗസ്റ്റ് 4. മൂടൽമഞ്ഞ് കൂടിക്കൂടി വരികയാണ്. മേറ്റ് പറഞ്ഞത് ഭ്രാന്തൊന്നുമല്ല, ഞാനും അവനെ കണ്ടു. ആ പിശാചും ഞാനും മാത്രമേ ഇപ്പോൾ കപ്പലിലുള്ളൂ. എന്തായാലും ചുക്കാനിൽ നിന്ന് പിടിവിടാൻ ഞാൻ ഒരുക്കമല്ല. ഞാൻ സ്വയം ചുക്കാനോട് ബന്ധിച്ചു. ഇതുവരെയുള്ള അനുഭവങ്ങൾ കുറിച്ച കടലാസ് ഒരു കുപ്പിയിലാക്കി എൻ്റെ പോക്കറ്റിലിട്ടു. ഇനി എന്തെങ്കിലും സംഭവിക്കട്ടെ. മീനയുടെ ഡയറി. ആഗസ്റ്റ് 4. ലൂസിക്ക് രാത്രി സ്വപ്നാടന രോഗം വർദ്ധിച്ചു വരികയാണ്. 2 തവണ അവൾ മുറിയിൽ നിന്നും പുറത്തിറങ്ങിപ്പോകാൻ ശ്രമിച്ചു. ഞാൻ അവളെ തടഞ്ഞതുകൊണ്ട് അതുണ്ടായില്ല. നേരം പുലർന്നപ്പോൾ അവൾക്കൊന്നും ഓർമ്മയില്ല. പാവം ലൂസി. ആഗസ്റ്റ് 10. ഇന്നായിരുന്നു ആ ക്യാപ്റ്റൻ്റെ ശവസംസ്കാരം. ഞാനും ലൂസിയും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. ലൂസി പക്ഷേ അവശയായിരുന്നു. 2 ദിവസം മുൻപ് ആ കിഴവൻ സ്റ്റീൽസ് പാർക്കിൽ ഞങ്ങൾ പതിവായി ഇരിക്കാറുള്ള ചാരുബെഞ്ചിന് താഴെ മരിച്ചു കിടക്കുന്നത് ഞങ്ങൾ കണ്ടു. അയാളുടെ കഴുത്തോർത്ത നിലയിലായിരുന്നു. ആ കാഴ്ച ഞങ്ങൾ ഇരുവരെയും വല്ലാതെ പിടിച്ചുലച്ചു. ലൂസിയാണ് കൂടുതൽ വിവശയായത്. അതിനുശേഷം അവൾക്ക് പഴയ സ്വാസ്ഥ്യം വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടേയില്ല. എങ്കിലും വൈകുന്നേരത്തോടെ അവൾ ഉല്ലാസവതിയായി ഭാവിച്ചു. ഒരു ദുസ്വപ്നത്തിൽ നിന്നുണർന്നതുപോലെ അവൾ ചിരിച്ചു. അവളുടെ കവിളുകൾ അരുണിമ പ്രകാശം പരത്തി. ഇപ്പോൾ ആർത്തർ അവളെ കണ്ടാൽ പരിസരം പോലും നോക്കാതെ അവളെ കെട്ടിപ്പിടിച്ച് ചുംബിക്കും. അതിനിടെ ജോനാഥൻ്റെ മുഖം മനസ്സിലേക്ക് കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വിവരവുമില്ല. ഹൃദയം വല്ലാതെ തുടികൊട്ടുന്നു. ആഗസ്റ്റ് 11. രാത്രി ലൂസിയും ഞാനും ഞങ്ങളുടെ കമിതാക്കളുടെ കാര്യങ്ങളൊക്കെ അയവിറക്കി നേരത്തെ ഉറക്കം പിടിച്ചു. പാതിരാത്രിയായപ്പോൾ ഞാൻ ഞെട്ടിയുണർന്നു. ലൂസി കിടക്കയിലില്ലെന്ന് എനിക്ക് സംശയം തോന്നി. പതിവ് പോലെ ഉറക്കത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് പോയിട്ടുണ്ടാവും. ഞാൻ വേഗം ഒരു ഷാളും പുതച്ച് പുറത്തേക്കിറങ്ങി ചുറ്റുപാട് നോക്കി. അവളെ തേടി നടന്ന് ഞാൻ പള്ളി സെമിത്തേരിയുടെ അടുത്തെത്തി. അതാ അവൾ അവിടെയുണ്ട്. അവളുടെ തൂവെള്ള വസ്ത്രം ഞാൻ കണ്ടു. പക്ഷേ അവൾക്ക് പിന്നിൽ ഒരു കറുത്ത രൂപവും നിൽക്കുന്നുണ്ടല്ലോ. നിലാവ് മങ്ങിയതിനാൽ വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. എന്തെങ്കിലും വരട്ടെ, ലൂസിയെ രക്ഷിക്കണം. രണ്ടും കൽപ്പിച്ച് ഞാൻ അങ്ങോട്ട് ഓടിയെടുത്തു. ആ സത്വം അപ്പോൾ എന്നെ തിരിഞ്ഞു നോക്കി. ദൈവമേ, അതിൻ്റെ കണ്ണുകൾ തീക്കട്ട പോലെ ജ്വലിക്കുന്നു. ഭയം കൊണ്ട് എൻ്റെ ശരീരം തളരും പോലെ തോന്നി. എങ്കിലും എന്തും വരട്ടെ എന്ന ധൈര്യത്തിൽ ഞാൻ ലൂസിയുടെ അടുത്തേക്ക് കൂടുതൽ അടുത്തു. അവളെ പേരെടുത്ത് ഉറക്കെ വിളിച്ചുകൊണ്ടാണ് ഞാൻ സമീപിച്ചത്. പെട്ടെന്ന് ആ കറുത്ത സ്വത്വത്തിനെ കാണാതായി. ലൂസി ആ ചാരുബെഞ്ചിൽ അവശയായി കിടക്കുന്നുണ്ട്. എത്ര വിളിച്ചിട്ടും അവൾ പ്രതികരിച്ചില്ല. ഒടുവിൽ അവളെ വാരിയെടുത്ത് ചുമലിൽ താങ്ങിക്കൊണ്ട് ഞാൻ വീട്ടിലേക്ക് മടങ്ങി. മുറിയിലെ കിടക്കയിൽ കിടത്തിയപ്പോഴും അവൾ ഉണർന്നില്ല. അവളുടെ കഴുത്തിൽ 2 ചെറിയ മുറിവുകൾ കണ്ടു. അവിടെ രക്തം പൊടിച്ചു നിൽക്കുന്നു. ഒരു പക്ഷേ ഞാൻ അവളെ എഴുന്നേൽപ്പിച്ചപ്പോൾ സേഫ്റ്റി പിൻ കൊണ്ട് മുറിഞ്ഞതാവാം. അത് സാരമില്ല. ഏതായാലും അവശേഷിച്ച രാത്രി അവൾ സ്വസ്ഥമായി ഉറങ്ങി. എനിക്ക് പിന്നെ ഉറങ്ങാനേ കഴിഞ്ഞില്ല. പിറ്റേന്ന് പകൽ മുഴുവൻ അവൾ തികച്ചും ഉല്ലാസവതിയായിരുന്നു. അന്ന് രാത്രി വാതിൽ അകത്തുനിന്നും പൂട്ടി താക്കോൽ ഞാൻ എൻ്റെ പക്കൽ സൂക്ഷിച്ചു. ഉറക്കത്തിൽ 2 വട്ടം പുറത്തു പോകാൻ ശ്രമിച്ചു. വാതിൽ പൂട്ടിയിരുന്നതുകൊണ്ട് അവൾക്കതിന് കഴിഞ്ഞില്ല.
പുലർച്ചെ ഉണർന്നപ്പോൾ അവൾ കൂടുതൽ ഉന്മേഷവതിയും സുന്ദരിയുമായിരുന്നു. ആർത്തർ ഇപ്പോൾ ഇവളെ ഒന്ന് കാണേണ്ടതായിരുന്നു. ആഗസ്റ്റ് 13. അർദ്ധരാത്രി ഞാൻ ഞെട്ടിയുണർന്നു നോക്കുമ്പോൾ ലൂസി കിടക്കയിൽ എഴുന്നേറ്റിരുന്ന് ജനാലയ്ക്കിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് കണ്ടത്. ഞാൻ ജനാലയിലേക്ക് നോക്കിക്കൊണ്ട് അടുത്തു ചെന്ന് ജനാല കർട്ടൻ മാറ്റിയപ്പോൾ അവിടെ അസാമാന്യ വലുപ്പമുള്ള ഒരു കടവാവൽ വട്ടം ചുറ്റി പറക്കുന്നത് കണ്ടു. ഞാൻ ശൂശു എന്ന് ശബ്ദിച്ചപ്പോൾ അത് പറന്ന് നേരെ പള്ളി ശവക്കോട്ടയിലേക്ക് പോയി. ആഗസ്റ്റ് 14. ഇന്ന് ഞാനും ലൂസിയും ഒന്നിച്ച് പള്ളിവളപ്പിലെ ചാരുബെഞ്ചിൽ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. മടങ്ങി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ലൂസി പറഞ്ഞു, അതാ അവൻ്റെ ചോരക്കണ്ണുകൾ കണ്ടോ? ഇവൾ ഇതെന്ത് ഭ്രാന്താണി പറയുന്നതെന്ന് വിചാരിച്ച് ഞാൻ നോക്കിയപ്പോൾ ദൈവമേ, അവൾ പറഞ്ഞത് ശരിയായിരുന്നു. അതാ ആ കറുത്ത സത്വം ആ ചാരുബെഞ്ചിലിരുന്ന് ഞങ്ങളെ തുറച്ചു നോക്കുന്നു. അതിൻ്റെ കണ്ണുകൾ 2 തീകോളങ്ങൾ പോലെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ വല്ലാതെ പേടിച്ചുപോയി. കണ്ണുകൾ ഒന്നടിച്ചു തുറന്നപ്പോൾ അത് അവിടെ ഉണ്ടായിരുന്നില്ല. എൻ്റെ ഭയവും സംഭ്രമവും ഇരട്ടിച്ചു. ലൂസി കിടപ്പറയിലെത്തി കിടക്കയിലേക്ക് കിടന്നതും ഉറക്കം പിടിച്ചു. നന്നായി, പാവം ശാന്തമായി ഉറങ്ങട്ടെ എന്ന് കരുതി ഞാൻ ഒന്ന് പുറത്തിറങ്ങി മടങ്ങി വന്നപ്പോൾ ലൂസി ഉണ്ട് ജനാലയ്ക്കൽ നിൽക്കുന്നു. അവൾ എന്നെ അന്വേഷിക്കാവുമോ എന്ന് സംശയിച്ച് ഞാൻ എൻ്റെ വെളുത്ത തൂവാല വീശി കാണിച്ചു. പക്ഷേ അതവൾ കണ്ടില്ല. ഉറക്കത്തിൽ എഴുന്നേറ്റ് വന്ന് നിൽക്കുകയാവും എന്ന് ഞാൻ കരുതി. പക്ഷേ ഒരു ഞെട്ടലോടെ ഞാൻ കണ്ടു, ജനാലയ്ക്ക് പുറത്ത് ആ കറുത്ത രൂപം നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഓടിയെത്തിയപ്പോഴേക്കും ആ രൂപം അപ്രത്യക്ഷനായി. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ലൂസി കിടക്കയിൽ കിടന്നുറങ്ങുന്നു. പക്ഷേ അവൾക്ക് വല്ലാത്തൊരു വിളർച്ച ബാധിച്ചതുപോലെ ഉണ്ടായിരുന്നു. ആഗസ്റ്റ് 15. നന്നേ വൈകിയാണ് ലൂസി ഉറക്കമുണർന്നത്. വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു അവൾ. ആർത്തറുമായുള്ള വിവാഹം ഉടനെ നടക്കുമെന്ന വിവരം അവളെ ഉത്തേജിപ്പിച്ചു. ലൂസിയുടെ അമ്മ ഒരു ഹൃദ്രോഗിയാണ്. തന്നെ മരണം പിടികൂടും മുമ്പ് മകളുടെ വിവാഹം നടന്നു കാണുക എന്നത് അവരുടെ ആഗ്രഹമാണ്. അതുകൊണ്ട് അവർ വിവാഹം എത്രയും വേഗം നടത്തുവാൻ തിരക്ക് കൂട്ടുകയാണ്. എന്നാൽ അമ്മയുടെ രോഗവിവരം ലൂസിക്ക് അറിയില്ല. അറിയിക്കരുതെന്ന് അമ്മ എന്നോട് കർശനമായി പറഞ്ഞിട്ടുമുണ്ട്. ആഗസ്റ്റ് 17. പറയാൻ മാത്രം കാര്യമായ ഒരു അസുഖവും ഇല്ലാതിരിക്കെ ലൂസിയുടെ ആരോഗ്യം നാൾക്കുനാൾ ക്ഷയിച്ചു വരുന്നത് എന്തുകൊണ്ടാണെന്ന് ഒട്ടും മനസ്സിലാകുന്നില്ല. അന്ന് സേഫ്റ്റി പിൻ കഴുത്തിൽ കൊണ്ടിട്ടോ മറ്റോ ഉണ്ടായ ആ നിസ്സാര മുറിവ് ഇനിയും ഉണങ്ങിയിട്ടില്ല. എന്നല്ല, ആ മുറിവുകൾ ഓരോ ദിവസവും അല്പാൽപം വികസിക്കുകയാണോ എന്നും സംശയം തോന്നും. എന്തായാലും അതും അവളുടെ ആരോഗ്യം തമ്മിൽ എന്താണ് ബന്ധം? മകളുടെ അനാരോഗ്യം അമ്മയും വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. ഉടനെ ഏതെങ്കിലും ഒരു ഡോക്ടറുടെ അടുത്ത് അവളെ കൊണ്ടുപോകണം. വിശദമായ ഒരു പരിശോധന എന്തുകൊണ്ടും നല്ലതാണ്. ആഗസ്റ്റ് 18. ലൂസി ഇപ്പോൾ ആരോഗ്യവതിയാണെന്ന് പറയാനാവില്ലെങ്കിലും ആഹ്ലാദവതിയാണ്. ആർത്തരെക്കുറിച്ച് ഓർത്തുള്ള സന്തോഷമാവാം. അവളുടെ കവിളുകളിലെ അരുണാഭ പഴയപടിയായിട്ടുണ്ട്. ഞങ്ങൾ പള്ളിമുറ്റത്തെ സ്ഥിരം ചാരുബെഞ്ചിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. ഞാൻ ലൂസിയോട് ചോദിച്ചു, അന്ന് രാത്രി നിനക്ക് എന്തു പറ്റി? വല്ല സ്വപ്നവും കണ്ടോ? സ്വപ്നമൊന്നും കണ്ടതായി ഓർക്കുന്നില്ല. ഉറക്കത്തിൽ എഴുന്നേറ്റ് നടന്നിട്ടുണ്ടാവാം. ആ നടപ്പിനിടയിൽ നായ്ക്കളുടെ ഓരിയിടൽ ഞാൻ വ്യക്തമായി കേട്ടു. ഒരു കറുത്ത സത്വം എന്നെ പിന്നിൽ നിന്നും ആലിംഗനം ചെയ്തു. വിവരണാതീതമായ ഒരു സുഖമാണ് എനിക്കപ്പോൾ തോന്നിയത്. ഞാൻ ഏതോ അത്യഗാധതയിലേക്ക് ആഴ്ന്നു പോകും പോലെയോ എൻ്റെ പ്രാണൻ അത്യുന്നതങ്ങളിലേക്ക് പറന്നുയരും പോലെയോ ഒക്കെയാണ് അപ്പോൾ തോന്നിയത്. നീ വന്ന് തൊട്ടപ്പോഴാണ് ഞാൻ ആ അനുഭൂതിയിൽ നിന്നും മുക്തയായത്. ഹോ, അവിശ്വസനീയം! ആ വാക്കുകൾ എനിക്കും അവിശ്വസനീയമായിരുന്നു. ആഗസ്റ്റ് 19. ദൈവമേ, ഒടുവിലിതാ എൻ്റെ പ്രിയ ജോനാഥനെക്കുറിച്ച് വിവരം കിട്ടിയിരിക്കുന്നു. അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്ന നഴ്സാണ് കത്തയച്ചിരിക്കുന്നത്. അദ്ദേഹം തികച്ചും അവശനാണത്രേ. ചെന്നായ്ക്കൾ, പ്രേതകൊട്ടാരം, രക്തരക്ഷസുകൾ തുടങ്ങിയ പേടിപ്പെടുത്തുന്ന വാക്കുകൾ ഇടയ്ക്ക് അബോധാവസ്ഥയിൽ പുലമ്പുന്നത് കേൾക്കാമത്രേ. എൻ്റെ സാന്നിധ്യം ഇപ്പോൾ അവിടെ ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഞാൻ ഉടനെ പുറപ്പെടുന്നു. എനിക്ക് അദ്ദേഹത്തെ സദാ സമീപത്തിരുന്ന് പരിചരിക്കണം. ക്രേസൻബർഗിൽ നിന്നുള്ള ട്രെയിനിലാണ് ജോനാഥൻ എത്തിയതത്രേ. വീട്ടിലേക്ക് ഒരു ടിക്കറ്റ് തരൂ എന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് അദ്ദേഹം സ്റ്റേഷനിലേക്ക് എവിടെ നിന്നോ ഓടിയലച്ച് എത്തുകയായിരുന്നത്രേ. ഇംഗ്ലീഷുകാരനാണെന്ന് അറിഞ്ഞപ്പോൾ അവസാന സ്റ്റേഷനിലേക്കുള്ള ടിക്കറ്റ് അവർ കൊടുക്കുകയായിരുന്നു പോലും. എല്ലാം വിചിത്രമായിരിക്കുന്നു. ഒരു കത്ത്. വൈറ്റ് ബിയിലെ നിയമോപദേഷ്ടാക്കളായ ബില്ലിംഗ്ടൺ ആൻഡ് സൺസ് ലണ്ടനിലെ പീറ്റേഴ്സ് കമ്പനിക്ക് അയച്ച കത്ത്. മാന്യരെ, ട്രെയിനിൽ അയച്ച പെട്ടികളുടെ രസീതും അവ ഇറക്കി വെക്കേണ്ട കെട്ടിടത്തിൻ്റെ താക്കോലും ഇതോടൊപ്പം അയക്കുന്നു. വീടിൻ്റെ പ്ലാനിൽ എ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്ത് സാധനങ്ങൾ ഇറക്കി സൂക്ഷിക്കുക. ഇന്ന് 9:30 പുറപ്പെടുന്ന വണ്ടിയിലാണ് അവ അയച്ചിരിക്കുന്നത്. നാളെ 4:30 വണ്ടി അവിടെ എത്തും. സാധനങ്ങൾ താമസം വിന നീക്കം ചെയ്യണമെന്ന് ഞങ്ങളുടെ കക്ഷി പ്രത്യേകം നിഷ്കർഷിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഫീസായ 10 പവൻ്റെ ചെക്കും ഇതോടൊപ്പം അയക്കുന്നു. പോരായ്മയുണ്ടെങ്കിൽ അറിയിക്കുക, അതും ഉടനെ അയക്കാം. സാധനങ്ങളുടെ ത്വരിത നീക്കമാണ് പ്രധാനം എന്ന് ഓർപ്പിക്കട്ടെ. അത് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. വിശ്വാസപൂർവ്വം, സാമുവൽ എസ്, ബില്ലിംഗ്ടൺ ആൻഡ് സൺസ്. കത്തിനുള്ള മറുപടി. മാന്യരെ, താങ്കളുടെ കത്തിൽ നിർദ്ദേശിച്ചതനുസരിച്ച് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. താക്കോൽ ഹാളിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ബില്ലിനനുസരിച്ച്
തുക കുറച്ച് അധികമാണുള്ളത്. 1 പവൻ 19 ഷില്ലിംഗ് 1 പെൻസിൽ തിരികെ അയക്കുന്നു. വിശ്വസ്തയോടെ കാർട്ടർ പീറ്റേഴ്സൺ. അധ്യായം 6. ഡോക്ടർ സെവാർഡിൻ്റെ ഡയറി. ആഗസ്റ്റ് 10. റെൻഫീൽഡ് ഇപ്പോൾ ഒന്നിലും പ്രത്യേകമായി താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. പക്ഷേ ഒന്നുറപ്പാണ്, അയാൾക്ക് എന്തോ ഒരു കൃത്യമായ ലക്ഷ്യമുണ്ട്. അത് ആ മുഖത്ത് വ്യക്തമായി കാണാം. ഞാൻ നല്ല ഉറക്കമായിരുന്നു. രാത്രി 2 മണിയായി. രണ്ടടിക്കുന്ന ശബ്ദത്തിനൊപ്പം കാവൽക്കാരൻ്റെ ബഹളവും ഉയർന്നു കേട്ടു. റെൻഫീൽഡ് രക്ഷപ്പെട്ടിരിക്കുന്നു, അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അയാളോട് അന്വേഷിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: 10 മിനിറ്റ് മുമ്പ് പോലും ഞാൻ ചെന്ന് നോക്കുമ്പോൾ അയാൾ നല്ല ഉറക്കമായിരുന്നു. എന്തോ ശബ്ദം കേട്ട് നോക്കുമ്പോൾ റെൻഫീൽഡ് ജനാല വഴി പുറത്തേക്ക് ചാടി ഓടുന്നതാണ് കണ്ടത്. പിന്നാലെ ഓടിച്ചെന്നപ്പോൾ അയാൾ ആ പള്ളിയുടെ ശവക്കോട്ട മതിലിൽ പൊത്തിപ്പിടിച്ച് കയറാൻ ശ്രമിക്കുകയായിരുന്നു. അയാൾ തന്നെത്താൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു: പ്രഭു, ഇതാ അങ്ങയുടെ അടിമ എത്തിയിരിക്കുന്നു. എന്നെ ദയവായി കൈവിടരുതേ. ഞാൻ എന്നെന്നും അങ്ങയുടെ വിശ്വസ്തനായിരിക്കും. പരിചാരകൻ വന്ന് അയാളെ പിടിച്ചപ്പോൾ അയാൾ വീണ്ടും പറഞ്ഞു: നിങ്ങൾ എന്നെ പിടിക്കേണ്ട, ഞാൻ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല. പക്ഷേ അത് വരുന്നുണ്ട്, അടുത്തടുത്ത് വരുന്നുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. ആഗസ്റ്റ് 26. റെൻഫീൽഡ് ഒരു പ്രഹേളികയാണിപ്പോൾ. ചിലപ്പോൾ അയാൾ വല്ലാതെ ഉന്മാദം കൊള്ളും. അപ്പോൾ എന്തും ചെയ്യും. അതുകൊണ്ട് അയാളെ ഇട്ടിരിക്കുകയാണ്. അവിടെ കിടന്ന് അയാൾ ഉറക്കെ പുലമ്പുന്നത് എനിക്ക് കേൾക്കാം. പ്രഭു, ഞാൻ ക്ഷമയോടെ കാത്തിരിക്കും. എത്ര കാലം വേണമെങ്കിലും അത് തുടരും. എനിക്കിനി പൂച്ചയൊന്നും പോരാ, അതിലും വലിയ ഇനങ്ങളിലാണ് താല്പര്യം. പരീക്ഷണാർത്ഥം ഒരു ദിവസം അയാളുടെ ബന്ധനം മാറ്റി. മുറിയുടെ വാതിൽ തുറന്ന് ഇട്ട് ഞാൻ അയാളെ ശ്രദ്ധിച്ചു. അയാൾ ഓടിപ്പോകാൻ ശ്രമിച്ചില്ല. വളരെ ശാന്തനായി മുറിയിൽ തന്നെ ഇരുന്നു. എന്നാൽ അതേ അയാൾ വൈകുന്നേരമായപ്പോൾ പരിചാരകരെ എല്ലാം വെട്ടിച്ച് പുറത്തേക്ക് ഓടി. ഞങ്ങൾ പിന്നാലെ ഓടിയെത്തിയപ്പോൾ അയാൾ പള്ളിയുടെ ഉയരമുള്ള മതിലിൽ അള്ളിപ്പിടിച്ച് കയറാൻ ശ്രമിക്കുകയാണ്. അയാൾ തെക്കുഭാഗത്തേക്ക് തുറച്ചു നോക്കുന്നുണ്ട്. അയാൾ നോക്കുന്ന ദിശയിൽ നോക്കിയപ്പോൾ ഒരു വലിയ കടവാവൽ അവിടെ ചുറ്റിപ്പറക്കുന്നത് കണ്ടു. ഏതായാലും ഞങ്ങൾ എല്ലാവരും കൂടി ബലം പ്രയോഗിച്ച് അയാളെ പിടിച്ചുകൊണ്ടു പോന്നു. പിന്നീട് അയാൾ പഴയപടി ശാന്തനായി. പ്രിയ കൂട്ടുകാരെ, കഥയുടെ ബാക്കി ഭാഗം കേൾക്കുവാനായി ചാനൽ സന്ദർശിക്കുക. നിങ്ങൾക്ക് കഥയും അവതരണവും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും വേണം. ഇനി ഈ കഥയുടെ ബാക്കി ഭാഗവുമായി ഞാൻ വരും വരേക്കും എല്ലാവർക്കും വിടാം.